മോളെ ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു? മുത്തശ്ശ, ഇന്നൊരു സെമിനാറിൽ പ്രശസ്തനായ ഒരു നിക്ഷേപകൻ പറയാണ്, അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഫിനാൻഷ്യൽ മാർക്കറ്റിംഗിൽ നിക്ഷേപിച്ച് ധാരാളം സമ്പാദിച്ചു എന്ന്. ഞാൻ ആലോചിക്കുമായിരുന്നു ഇപ്പൊ തന്നെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാലോ എന്ന്. ധൃതി എന്തിനാ? അത് മുത്തശ്ശ, അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് നമ്മൾ നിക്ഷേപം തുടങ്ങുന്നുവോ അത്രയും വേഗം റിട്ടേൺസ് കിട്ടുമെന്നാ. അതൊക്കെ ശരിയാണ് മോളെ, പക്ഷെ നിക്ഷേപത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതെന്തൊക്കെയാ മുത്തശ്ശ? മോളെ, ഈ ചെടി നോക്ക്, ഞാൻ എത്രയോ വർഷമായി വെയിലും വെള്ളവും വളവും ഒക്കെ നൽകി വളർത്തിയതാ. അതുപോലെ തന്നെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ ആദ്യം റിസർച്ച്, ശരിയായ നിക്ഷേപം, പിന്നെ വേണ്ട സമയമെടുക്കൽ. എല്ലാത്തിനുമുപരിയായി സ്വന്തം റിസ്ക് പ്രൊഫൈലും നിക്ഷേപത്തിന്റെ ശേഷിയും ക്ഷമയും സമയപരിധിയും മനസ്സിലാക്കിക്കൊണ്ട് നിക്ഷേപം എപ്പോഴും പലതരം അസറ്റ് ക്ലാസ്സിൽ നടത്തണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ? നിക്ഷേപം സ്വയം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ഇന്റർമീഡിയറി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുടെയോ ഫണ്ട് മാനേജറുടെയോ സഹായം തേടാവുന്നതാണ്. നമ്മുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമാക്കാൻ വേറെ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഗ്യാരണ്ടീഡെന്നോ പണം സമ്പാദിക്കാമെന്നോ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് റൂമറുകളോ ടിപ്സുകളോ വിശ്വസിക്കരുത്. എപ്പോഴും സെബി മുഖേന രജിസ്റ്റേഡ് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റർ വഴി നിക്ഷേപം നടത്തുക. നിക്ഷേപത്തിന്റെ ശരിയായ തത്വങ്ങൾ മൂലമാണ് ഇന്ന് നമ്മുടെ ജീവിതം സന്തോഷകരമായത്. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നിക്ഷേപത്തിന്റെ തത്വങ്ങൾ മനസ്സിലാക്കി മാത്രം നിക്ഷേപം നടത്തുക. പെട്ടെന്ന് പണം നേടാമെന്ന അത്യാഗ്രഹം ചിലപ്പോ നിങ്ങളെ തകർത്തു കളഞ്ഞേക്കാം. നന്നായി ആലോചിക്കൂ, ശരിയായി നിക്ഷേപിക്കൂ. An investor awareness initiative by SEBI.